എന്നെ ഭരിക്കാൻ കഴിവുള്ള ഒരു ഭർത്താവിനെയാണ് എനിക്കാവശ്യം. എൻ്റെ കരണത്ത് ആദ്യമായി അടിച്ചയാൾ നിങ്ങളാണ്. അതാണ് ഞാൻ നിങ്ങളിൽ കാണുന്ന പ്രത്യേകത. ചേട്ടാ ബേബി മോളെ എടി പൊടിയെന്ന് വിളിക്കരുത്. ഞാനേ സ്വന്തം ചേട്ടനെ പോലെ സംസാരിക്കുന്നത്. ഏത് ടൈപ്പ് ചേട്ടനാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം. മലയാള സിനിമ 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ഇതിലെ സ്ത്രീവിരുദ്ധ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നതായി കാണാം. എന്നാൽ ഇതേ 2021 ലോക്ക്ഡൗൺ കാലത്ത് സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള ഗാർഹിക പീഡന പരാതികളുടെ എണ്ണം ഇരട്ടിക്കുന്നത്. നമ്മുടെ വീടുകളിൽ സ്ത്രീകളും കുട്ടികളും ശാരീരികവും വാചികവും മാനസികമോ സാമ്പത്തികമായോ ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് ഇന്നും സർവ്വസാധാരണമാണ്. ഈ അതിക്രമങ്ങളെ നേരിടാൻ നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള നിയമപരമായ അവകാശങ്ങളും സംരക്ഷണങ്ങളും എന്തെല്ലാമാണ് നമ്മൾക്ക് പരിശോധിക്കാം. ഗാർഹിക പീഡനങ്ങൾ സർവ്വസാധാരണമാണെങ്കിലും അതിനെതിരെ നിയമസഹായം സ്വീകരിക്കാൻ പലരും ശ്രമിക്കാറില്ല. എന്തുകൊണ്ടാണിത്? കേസ് കൊടുത്താൽ എല്ലാവരും അറിയില്ലേ? വക്കീലും കോടതിയായിട്ട് കുറേ കാലം പോവില്ലേ? ഞാനിനി കേസ് കൊടുത്താൽ തിരിച്ച് വീട്ടിലെത്തിയാൽ ഇതിനെ പേരിൽ കൂടി ഉപദ്രവം ഉണ്ടാവുമോ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ എവിടെ പോകും? ഈ വിഷയങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2005 പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്. പീഡനം നടത്തുന്നവരെ ശിക്ഷിക്കുന്നത് മാത്രമല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കുള്ള സംരക്ഷണവും കൂടിയാണ്. എന്തൊക്കെയാണ് ഗാർഹിക പീഡനം? സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയോ കുട്ടിയോ നേരിടുന്ന പീഡനങ്ങളെയാണ് ഈ നിയമം ഗാർഹിക പീഡനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൽ ലിവിംഗ് റിലേഷൻഷിപ്പുകളും ഉൾപ്പെടും. രക്ഷിതാക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കൂടെ താമസിക്കുന്ന പങ്കാളിയിൽ നിന്നോ വീട്ടിലെ മറ്റ് അംഗങ്ങളിൽ നിന്നോ നേരിടുന്ന പീഡനങ്ങളിൽ നിന്ന് ഈ നിയമം സ്ത്രീകളെയും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും സംരക്ഷിക്കുന്നു. ഇത്രയും പറയുമ്പോൾ നിയമത്തിൻ്റെ സംരക്ഷണ ഭാര്യമാർക്കും കുട്ടികൾക്കും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിൽ 18 വയസ്സ് പൂർത്തിയായ വിവാഹം കഴിക്കാത്ത സ്ത്രീകളും ഉൾപ്പെടും. എന്തൊക്കെ പ്രവൃത്തികളാണ് പീഡനമായി കണക്കാക്കുന്നത്? ഗാർഹിക പീഡനം എന്ന് കേൾക്കുമ്പോൾ ശാരീരികം അല്ലെങ്കിൽ ലൈംഗികമായുള്ള പീഡനം എന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പരിശോധിച്ചാൽ മാനസികമായും സാമ്പത്തികമായുള്ള പീഡനങ്ങളും ഈ പറയുന്ന ആക്ടിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഇവ എന്തൊക്കെയാണ് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ശാരീരികമായുള്ള ആക്രമണം, ഫിസിക്കൽ അബ്യൂസ്, തല്ലുക, ഇടിക്കുക, അങ്ങനെ ശാരീരികമായി വേദനിപ്പിക്കുന്ന ഏത് പ്രവൃത്തിയും ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. തല്ലാനോ ശാരീരികമായി ആക്രമിക്കാനോ ഓങ്ങുന്നതും ഗാർഹിക പീഡനമാണ്. മാനസികമായി വൈകാരികമായുള്ള പീഡനം, ഇതാണ് ഏറ്റവും വ്യാപകമായി ഉണ്ടാകുന്നത്. മോശം വാക്കുകൾ ഉപയോഗിക്കുക, മറ്റു വ്യക്തികളുടെ മുന്നിൽ അധിക്ഷേപിക്കുക, സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ സമ്മതിക്കാതിരിക്കുക, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചുറ്റിനും നടക്കുന്നതല്ലേ ഇതെല്ലാം? പ്രണയിക്കുന്ന മക്കളെ പൂട്ടിയിടുന്ന രക്ഷിതാക്കൾ നമുക്ക് ചുറ്റിനുമില്ലേ? ലൈംഗിക പീഡനം, വിവാഹം കഴിഞ്ഞു എന്നത് ഒരു സ്ത്രീയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ലൈസൻസ് അല്ല. ഇത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കുറ്റകരമാണ്. അവയ്ക്ക് പുറമെ സാമ്പത്തികമായുള്ള പീഡനവും ഈ ആക്ടിൽ പറയുന്നുണ്ട്. ഒരു വ്യക്തി ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി താമസിക്കുമ്പോൾ വീടിന്മേലും വീട്ടു സാധനങ്ങളിന്മേലും ചില അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ വീടാണ്, ഞാൻ ഉണ്ടാക്കിയ വീടാണ്, നിനക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞ് ഭർത്താവിനോ രക്ഷിതാക്കൾക്കോ അവകാശമില്ല. വീട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ സമ്മതിക്കാതിരിക്കുന്നതും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കുറ്റകരമാണ്. ഒരുമിച്ചോ സ്ത്രീയുടെ പേരിലോ വാടകയ്ക്കെടുത്ത വീടിൻ്റെ വാടക അടയ്ക്കാൻ സഹായിക്കാതിരിക്കൽ, ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കാതിരിക്കൽ ഒക്കെയും സാമ്പത്തിക ചൂഷണമാണ്. വിവാഹശേഷം ഭാര്യ ജോലിക്ക് പോകുന്നത് ഭർത്താവും കുടുംബവും നാണക്കേടാണെന്ന് കരുതുന്നവർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ വ്യാപകമായി കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് അവരുടെ സ്വന്തം വരുമാനം ഉപയോഗിക്കാൻ സമ്മതിക്കാതിരിക്കൽ. ഇതും ഗാർഹിക പീഡനമാണ്. എങ്ങനെയൊക്കെയാണ് നിയമം ഇതിനെതിരെ സംരക്ഷണം ഒരുക്കുന്നതെന്ന് നോക്കാം. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട സഹായത്തിനും സംശയ നിവാരണത്തിനും 181 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കേരളത്തിൽ വനിതാ വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സേവനം സൗജന്യമാണ്. ഇതുകൂടാതെ സ്റ്റേറ്റ് വുമൺ സെൽ നമ്പർ 0471233800, കേരള പോലീസ് വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 9953 കൂടാതെ ദേശീയ തലത്തിൽ 24 മണിക്കൂർ ലഭ്യമായ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ 1091 വിളിച്ച് സഹായം ആവശ്യപ്പെടാവുന്നതാണ്. അതിക്രമത്തിൽപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ലളിതമായി പരാതിപ്പെടാൻ വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റും തപാൽ വകുപ്പും ചേർന്ന് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രക്ഷദൂത്. ഒരു വെള്ള പേപ്പറിൽ പൂർണ്ണമായ മേൽവിലാസം എഴുതി പെട്ടിയിൽ നിക്ഷേപിക്കുമ്പോൾ കവറിന് പുറത്ത് തപാൽ എന്ന് രേഖപ്പെടുത്തണം. സ്റ്റാമ്പ് പതിക്കേണ്ടതില്ല. ഇത്തരത്തിൽ ലഭിക്കുന്ന അഡ്രസ്സ് എഴുതിയ പേപ്പറുകൾ പോസ്റ്റ് മാസ്റ്റർ സ്കാൻ ചെയ്ത് വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇമെയിൽ വഴി അയച്ചു കൊടുക്കുന്നതാണ്.
നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഗാർഹിക പീഡനത്തിന് ഇരയാവുകയാണെങ്കിൽ ഈ പറയുന്ന ആക്ട് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറെയോ സർവീസ് പ്രൊവൈഡിംഗ് സെൻ്ററുകളെയോ അറിയിക്കാവുന്നതാണ്. ഇവർ കോടതിയെ സമീപിക്കാൻ സഹായിക്കും. സർവീസ് പ്രൊവൈഡിംഗ് സെൻ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന സഹായം ഒരു കോടതി നടപടി പോലെ സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയല്ല. പോലീസോ കോടതിയോ ഈ ഘട്ടത്തിൽ ഇടപെടുക പോലുമില്ല. ഇനി നേരിട്ട് കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്കോ ഒരു സുഹൃത്തോ ഒരു ബന്ധു വഴിയോ ഒരു വക്കീൽ മുഖാന്തരം സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. നിങ്ങളെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പീഡിപ്പിക്കുന്ന വ്യക്തിയോട് അത് അവസാനിപ്പിക്കാൻ കോടതിക്ക് ആവശ്യപ്പെടാവുന്നതും നിങ്ങളുടെ ജോലി സ്ഥലത്തോ താമസിക്കുന്ന സ്ഥലത്തോ കുട്ടികളുടെ സ്കൂളിലോ കോളേജിലോ നേരിട്ട് വന്ന് ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്നും ഫോൺ വഴിയോ ഓൺലൈൻ വഴിയോ ബന്ധപ്പെടുന്നതിൽ നിന്നും വിലക്കാൻ കോടതിക്ക് കഴിയും. നിങ്ങൾക്കും കൂടി അവകാശമുള്ള വീട് മറ്റ് സ്വത്തുക്കളിൽ നിന്നും അനുവാദമില്ലാതെ അത് വിൽക്കാനോ നിങ്ങളെ ഇറക്കി വിടുന്നതിൽ നിന്ന് ഭർത്താവിനെയോ പങ്കാളിയെയോ മറ്റു ബന്ധുക്കളെയോ വിലക്കാൻ കോടതിക്ക് കഴിയും. മാത്രമല്ല മദ്യപാനം ലഹരി പദാർത്ഥമോ ഉപയോഗിക്കുന്ന അബ്യൂസീവായ വ്യക്തിയാണെങ്കിൽ വീട്ടിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കാൻ കോടതിക്ക് സാധിക്കുന്നതാണ്, ആ വീട് അവരുടേതാണെങ്കിൽ പോലും. ഇനി വീട് സുരക്ഷിതമല്ല എന്നുണ്ടെങ്കിൽ താമസിക്കാൻ ഷെൽട്ടർ ഹോമുകൾ ലഭ്യമാണ്. കൂടാതെ ആരോഗ്യ നിയമ കൗൺസിലിംഗ് സഹായം ലഭിക്കുന്നതാണ്. ഇങ്ങനെ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് ശേഷവും ഗാർഹിക പീഡനം തുടരുകയാണെങ്കിൽ ആ വ്യക്തിക്കെതിരെ 1 കൊല്ലം വരെ തടവിനും 20,000 രൂപ പിഴയും ചുമത്താൻ കഴിയുന്നതാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഗാർഹിക പീഡനത്തിലെ ഏറിയ പങ്കും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ളതാണ്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ആവശ്യപ്പെടുന്നതും ക്രിമിനൽ കുറ്റമാണെങ്കിലും നമ്മളുടെ നാട്ടിൽ ഇത് സർവ്വസാധാരണമാണ്. സ്ത്രീകൾ നേരിടുന്ന ഇത്തരം പീഡനങ്ങൾ ഒതുക്കി തീർക്കാനും ഒളിച്ചു വെക്കാനുമാണ് മിക്ക കുടുംബങ്ങളും സാധാരണഗതിയിൽ ശ്രമിക്കുന്നത്. പലപ്പോഴും ഇവ ആത്മഹത്യകളിലേക്കും കൊലപാതകങ്ങളിലേക്കും നയിക്കുന്നു. ഇത്തരം വിഷയങ്ങൾ അടക്കം പറച്ചിലുകളിലും ഒറ്റയ്ക്കുള്ള കരച്ചിലുകളിലും ഒതുക്കേണ്ടവയല്ല, നിയമപരമായി തന്നെ നേരിടേണ്ടതാണ്. പെണ്ണു കാണാൻ വരുന്ന അമ്മാവൻ എന്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടത് ഇറങ്ങിപ്പോവാൻ 5 മിനിറ്റ് തരുമെന്നല്ല, പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയാണ്. സ്ത്രീ കുടുംബത്തിൻ്റെ അഭിമാന സംരക്ഷണ യന്ത്രമല്ല. നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ വ്യാപകമായി തുടരാൻ കാരണമാവുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.